അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ മുഹറം 9 പകലിനാണുള്ളത്. ഇന്ന് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അമ്മമാരെ, സഹോദരിമാരെ, ഒരു വർഷം മുഴുവനും നമ്മൾക്ക് ഇത് മതി. എന്ത് കാര്യത്തിനാണെങ്കിലും ഇത് മതി. ഒരു വർഷം മുഴുവനും നമ്മൾക്ക് ആപത്ത്, മുസീബത്തുകൾ, അപകടങ്ങൾ ഒന്നും നമ്മൾക്കുണ്ടാവില്ല. അതുപോലെ തന്നെ രോഗങ്ങളുണ്ടാവില്ല, പ്രയാസങ്ങളുണ്ടാവില്ല. അങ്ങനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹ് നമ്മളെ കാക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്ന് നമുക്ക് ചെയ്ത കൂലിയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നും നമുക്ക് കൊണ്ട് നടക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് എന്നും മരണം വരെ നിങ്ങൾക്ക് കൊണ്ട് നടന്നാൽ പ്രയോജനമുള്ള, എല്ലാ കാര്യത്തിനും പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ കൂടെ പറയും. അത് നിങ്ങൾ മുഴുവനായിട്ട് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുള്ളൂ. ആ ഭാഗ്യം കിട്ടണം എന്നുള്ളവർ അത് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കമൻറ്റിൽ ഓരോരുത്തർ ഉദ്ദേശങ്ങളും കാര്യങ്ങളും മുറാദുകളൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കുന്നവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഹറത്തിൻ്റെ എല്ലാ പോരിശയും പിന്നെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മുഹറം 9 എല്ലാവരും നോമ്പുകാരായിരിക്കുമല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളോട് പറയാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ സൂറത്തുൽ മുൽക്ക്, നമ്മൾ സൂറത്തുൽ മുൽക്ക് പറഞ്ഞ 67ാമത്തെ സൂറത്തായ സൂറത്തുൽ മുൽക്ക് നമ്മളിന്ന് പാരായണം ചെയ്യുക. മുൽക്ക് ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ മതി. അതുപോലെ തന്നെ സൂറത്തുൽ ഫീൽ 105ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫീൽ അത് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുക. അത് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഒരു 11 പ്രാവശ്യമാണ്. 11 തവണ. ചെറിയൊരു സൂറത്താണ്. നമ്മൾ ഒരു 11 തവണ ചൊല്ലിയാൽ നമുക്ക് കിട്ടാവുന്ന പോരിശകൾ പറഞ്ഞാലാവില്ല. ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് ശത്രുക്കളിൽ നിന്നും ചീറിൽ നിന്നും ഒക്കെ നമുക്ക് രക്ഷ ലഭിക്കും ഇത് ഓതുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഇന്ന് നമുക്ക് ചെല്ലാൻ കഴിഞ്ഞ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെല്ലാനും കേൾക്കാനും അറിയാനൊക്കെ കഴിയുള്ളൂ. ഇത് കേൾക്കുകയും അറിയുകയും ചെയ്യാത്തവർക്ക് ഇന്ന് വലിയ നഷ്ടമാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ പറഞ്ഞ 2 സൂറത്തുകളും ഞാൻ പറഞ്ഞ പ്രകാരം ചെല്ലാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 11 തവണ തന്നെ ഈ സൂറത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് നീങ്ങി കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവിധ പ്രയാസങ്ങളും നമുക്ക് നീങ്ങി കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്നൊരു ദിക്റും കൂടി ചൊല്ലണം. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഇനി പറഞ്ഞു തരാൻ പോണത്. പിന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ മഹത്വം എത്രയെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് മനസ്സിലാക്കുക, എങ്ങനെ ചെല്ലിയാലാണ് നമുക്ക് പ്രയോജനം കിട്ടുക എന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ എല്ലാവരും ചെയ്യുക, എന്നും ചെല്ലാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുക ചെല്ലാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മളങ്ങോട്ട് നിയത്താക്കുക മനസ്സിൽ, ഞാൻ ഇന്ന് മുതൽ ഈ ദിക്ർ എന്നും ചൊല്ലും പഠിച്ചോനെ എന്ന് നിയത്താക്കി നമ്മൾ എന്നും കൊണ്ടെടുക്കുക. ഒരു ചെറിയൊരു ദിക്റാണ്, ഒരു പ്രയാസമില്ലാതെ ചെല്ലാൻ കഴിയണമെന്ന് കുറച്ച് സമയം മാത്രം അതിന് മതി. പക്ഷേ നമ്മളൊരു മാല കയ്യിലെടുത്ത് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് വെറുതെ നമ്മളിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റാണ്. ഈ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ മാല അങ്ങനെ നീക്കി നമ്മൾ എണ്ണം കണക്കാക്കിയാൽ പോരാ. ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ഈ ദിക്ർ നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യുകയാണെന്നുള്ള ഒരു മനസ്സോടുകൂടി, അള്ളാഹുവേ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാവിധ പാപങ്ങളും എനിക്ക് പുറത്തു തരണേ റബ്ബേ, ഇന്ന് വരെ ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണേ പഠിച്ചോനെ എന്നുള്ള പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ദിക്ർ ചൊല്ലാൻ ഒരുങ്ങണം. അല്ലാതെ എണ്ണം കണക്കാക്കി മാലങ്ങനെ നീക്കി ചൊല്ലിക്കൊണ്ടൊന്നൊരു കാര്യമില്ല. നമ്മൾ ചൊല്ലണ സമയത്ത് നമ്മുടെ മനസ്സിൽ നല്ല തൗബ ഉണ്ടായിരിക്കണം. ഈ ദിക്ർ തന്നെ ഒരു തൗബയാണ്, അള്ളാഹിനോട് തൗബ ചെയ്യുകയാണ്. നമ്മളെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കുകയാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ഈ ദിക്ർ ചൊല്ലാൻ ശ്രമിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഞാൻ എത്ര ചൊല്ലി നോക്കിയത്, ഞാൻ എത്രയോ പ്രാവശ്യം ചൊല്ലിയതാണ്, ഞാൻ ആദ്യം ചെല്ലണതാണ്, എന്നിട്ട് ഇതുവരെ എനിക്കൊരു കാര്യം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല.
ഒരു പാപം ഞാൻ ചെയ്തു പോയി അള്ളാ എന്ന് മനസ്സ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം തന്നെ ഇത് ചൊല്ലുകയാണെങ്കിൽ തന്നെ നിനക്ക് അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ നമ്മളെ റസൂലാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെല്ലാൻ ശ്രമിക്കുക. ഏഴ് പ്രതിഫലമാണ് നമുക്കിതിന് കിട്ടാൻ പോകുന്നത്. 7 പ്രതിഫലം. ഇത് എത്ര പ്രാവശ്യം ചെല്ലേണ്ടതെന്ന് വെച്ചാൽ 70 പ്രാവശ്യം നമ്മൾ ചെല്ലുക. ഒരു ദിവസം 70 പ്രാവശ്യം ചെല്ലാൻ ഒരുപാട് സമയം വേണം നമുക്ക് വേണ്ട. അപ്പം നമ്മൾ 70 പ്രാവശ്യം ചെല്ലാൻ ശ്രമിക്കുക. 7 പ്രതിഫലങ്ങളാണ് നമുക്ക് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. 70 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ 7 പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം മുതൽ ഓർമ്മയുള്ള കാലത്തോളം 70 പ്രാവശ്യമെങ്കിൽ ഞാൻ ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുമെന്ന് നിയത്ത് അങ്ങോട്ട് ചെയ്യുക. ഇന്ന് മുതൽ നിയത്ത് ചെയ്ത് ഇന്ന് നിങ്ങൾ ഈ ദിക്ർ 70 വട്ടം പറയാൻ ശ്രമിക്കുക. ഇന്ന് മുതൽ എന്നും ചൊല്ലാൻ കഴിയുമെങ്കിൽ എന്നും ചൊല്ലുക. ഈ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നും ചൊല്ലുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് അറിഞ്ഞാൽ ഒരാളും ഇത് ഒഴിവാക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെയ്താൽ ഈ 70 വട്ടം നമ്മൾ ചൊല്ലിയാൽ നമുക്ക് 700 പാവങ്ങൾ അള്ളാഹു പുറത്തു തരും. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇതും പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്നത് വെച്ചാൽ ആ കാര്യം അള്ളാഹു നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും. എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ഇന്ന് മുതൽ എല്ലാ ദിവസവും 70 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ മറക്കല്ലേ. അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ ചൊല്ലും പോലെ ചൊല്ലണം. എണ്ണം അങ്ങനെ കണക്കാക്കി അങ്ങനെ ചൊല്ലിപ്പോയാൽ പോരാ. നല്ലൊരിതിൽ ചൊല്ലന്നെ വേണം. അള്ളാഹുവോട് ഞാൻ പൊറുക്കലിനെ തേടുകയാണ് എന്ന മനസ്സോടെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അള്ളാഹുവോട് നമ്മൾ പൊറുക്കലിനെ തേടുകയാണ് റബ്ബേ എന്നുള്ള മനസ്സോടുകൂടി നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വിധത്തിൽ ഇതെന്നും കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിത്തരും. തീർച്ചയാണ്. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിധി കൂട്ടി തരട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ, അതിനുള്ള ആരോഗ്യം ഉണ്ടാവട്ടെ, നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരട്ടെ. ഇത് എന്തിനുമുള്ളൊരു മരുന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യത്തിനായിട്ടല്ല, എന്ത് കാര്യത്തിനും. എന്നിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് ചെല്ലാൻ ശ്രമിക്കുക. ഇത് കേട്ടവർക്ക്, ഈ വീഡിയോ കണ്ടവർക്ക് എന്നും ചൊല്ലി നടക്കാനുള്ളൊരു ദിക്ർ കിട്ടി. എല്ലാവർക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ലല്ലോ. അറിയാത്തവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എത്തിച്ചു കൊടുക്കുക. ഇത് കേട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെല്ലാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇതൊന്നും അറിയണമെന്നില്ല. എല്ലാവരും അറിയണ ഒരാളെന്നില്ല. ദിക്റിനെ കുറിച്ച് നമ്മളിപ്പോൾ ഒരു ദിക്റാണെന്നുള്ള നിലയ്ക്ക് കാണുള്ളൂ. ഈ ദിക്റിൻ്റെ പുരുഷകളൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. എല്ലാവരും ചൊല്ലുക. സഹോദരിമാരെ, നമ്മളൊക്കെ പല വിഷമങ്ങളുള്ളവരാണ്. ചൊല്ലാൻ ഒരുപാട് സമയമോ മറ്റൊന്നും നമുക്ക് വേണ്ട. എന്നും ചൊല്ലി നോക്കുക. അറിയാം നിങ്ങൾക്ക് ഇന്ന് മുതൽ നിങ്ങളിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ 9 മുതൽ തുടങ്ങിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രയോജനങ്ങൾ ഓരോന്നും നമുക്ക് തന്നെ അറിയാൻ കഴിയും. ഓരോന്ന് ഇന്ന് മുതൽ നമുക്ക് അതിൻ്റെത് ഓരോന്നും അറിയാൻ കഴിയും. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ നാളത്തെ ദിവസത്തിൽ മഹത്വം അത്രക്കാണ്. അത് ഇന്നും നാളെയാണ് നമ്മൾ ചെല്ലണമെന്ന് വെച്ചാൽ അത്രയും മാത്രമുള്ള ദിവസങ്ങളാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മളെല്ലാ ദിവസവും തുടർന്ന് പോവുക. നമ്മളൊരു നിയത്തെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇന്ന് മുതൽ ഞാൻ ഈ ദിക്ർ എന്നും മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു 70 വട്ടം എന്നും എല്ലാ ദിവസവും ഞാൻ ചെല്ലുന്നുള്ള ഒരിത് നമ്മൾ നിയത്ത് നമ്മളതിലുണ്ട്. ആ നിയത്തോടു കൂടി ഇന്നും നാളെയൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്കതിന് അത്രയ്ക്ക് മാറ്റമുണ്ട്. ചൊല്ലിയ ഉത്തരം ഉറപ്പാണ്. നിങ്ങൾ ഒരാളും ബേജാറാകേണ്ട. നിങ്ങൾക്ക് ചൊല്ലി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഫലം കിട്ടും. ഇപ്പം മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അവർക്ക് മക്കളുണ്ടാകാൻ, അതുപോലെ വീടുണ്ടാകാൻ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയും, നീട്ടി വലിച്ച് ഞാൻ കൊണ്ടുപോകണം. അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ ഇങ്ങനെ 70 വട്ടം ചെല്ലുകയാണെന്നും പറഞ്ഞിട്ട് നല്ല മനസ്സോടുകൂടി, നല്ല റാഹത്തോടുകൂടി ജീവിതത്തിൽ നിസ്കരിച്ച് ഇന്നിപ്പോൾ നോമ്പൊക്കെ നോറ്റിങ്ങനെ നിൽക്കുന്ന സമയമാണ് നമ്മൾ. അതുപോലെ ഇന്നത്തെ ദിവസത്തിൽ നാളത്തെ ദിവസത്തിൽ നല്ല പ്രതിഫലമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക,
ഇന്ന് മുതൽ അങ്ങോട്ട് ചെല്ലുക. ഇന്നൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഇന്നങ്ങോട്ട് ചൊല്ലിയിട്ട് നമ്മൾ ആ കാര്യം നടക്കണവർ എന്താ ഇപ്പം നമുക്ക് വലിയ പ്രയാസമുണ്ട് ഒരു 70 വട്ടം ചെല്ലാൻ. അങ്ങനെ ഒരു 70 വട്ടം നമ്മൾ എന്നും അങ്ങോട്ട് ചെല്ലിപ്പോരാ. അതിൻ്റെ ഇടയിൽ നിങ്ങളെ കാര്യം ഇങ്ങനെ നിങ്ങൾ പോലും അറിയാതെ ഇങ്ങനെ നടക്കണതൊക്കെ കാണാം. അതുകൊണ്ടാണ് ഞങ്ങളോട് ആദ്യത്തെ തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഇതിന് നിങ്ങൾക്ക് മാറ്റം വരുന്നത് എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്കൊരുപാട് മാറ്റങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നുണ്ട്. എല്ലാ തടസ്സങ്ങളും മുട്ടുകെട്ടുകളും മാറിക്കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വർഷം നമ്മളെ മുന്നിൽ കയറി വന്നിരിക്കണം ഈ മുഹറം മാസം. അത്രക്കും പോരിശുള്ളൊരു മാസമാണ് ഈ ഒരു മാസം. ഇന്ന് മുതൽ നമുക്കിത് ചെല്ലാൻ കഴിഞ്ഞ് കിട്ടിയാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം കിട്ടുന്നവർ, എൻ്റെ വോയിസ് കേൾക്കുന്നവർ ഇത് ഭാഗ്യം കിട്ടിയവരാണ്. ഇത് കിട്ടാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങളിത് എത്തിച്ചു കൊടുത്ത് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൂലിയും കൂടി ഈ ഒരു ദിവസങ്ങൾക്ക് കിട്ടും. നിങ്ങളിന്നൊരു സദക്ക ചെയ്തൊരു കൂലിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഇത് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ. ഇതിപ്പോൾ നമ്മൾ അസ്തഗ്ഫിറുള്ള എന്നുള്ള ദിക്റല്ലേ. അപ്പം നമ്മൾ ഇത്രയും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ എന്ന് കരുതി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാനും ചൊല്ലിയാണ് ദിക്ർ എന്നൊക്കെ പറഞ്ഞാൽ അതല്ല. ഇന്ന് മുതൽ നമ്മൾ ആ ദിക്ർ ചൊല്ലി എന്നും മരണം വരെ ഇത് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഇതിനോട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട് എന്നുള്ള കാര്യമൊന്നും എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരിലേക്കും നിങ്ങളിത് എത്തിക്കുക. എല്ലാവരോടും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് ചെല്ലാൻ വേണ്ടി നിങ്ങളെ വീട്ടിൽ തന്നെയുള്ള മക്കളോടും നിങ്ങളെ ഭർത്താവിനോടും ഒക്കെ പറഞ്ഞ് ഇത് ചെല്ലിപ്പിക്കുക. ഇത് ചൊല്ലിയാൽ എന്ത് തന്നെ ആയാലും നമ്മളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. ഒരു തൗബയാണിത്. നമ്മൾ എല്ലാ പാവങ്ങളും നമുക്ക് പുറത്തു തരും. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ആദ്യം തന്നെ 700 പാവങ്ങളാണ് നമുക്ക് പുറത്ത് തരാൻ പോകുന്നത്. അതൊരു 70 വട്ടം ചൊല്ലിയിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 7ഓളം ആവശ്യങ്ങളാണ് നമുക്ക് നിറവേറി കിട്ടുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളതിൻ്റെ മഹത്വങ്ങളും പുണ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെല്ലാൻ ശ്രമിക്കുക. ഇന്ന് മുതൽ എല്ലാവരും അതിനുള്ള ഒരു മനസ്സ് വെച്ച് ചെല്ലുക. ഇതാണ് ഞങ്ങൾക്ക് പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ ഒരു ദിക്ർ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. പിന്നെ എല്ലാവരുടെ ഉദ്ദേശം മുറാദുകളൊക്കെ മനസ്സിലാക്കി തരട്ടെ. ഇന്നും നാളെയൊക്കെ ഇത് ചെല്ലാൻ ശ്രമിക്കുക. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പിന്നെ ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ ഇന്ന് മുതൽ നാളെയൊക്കെ ചെല്ലുക. ഇന്ന് മാത്രമല്ല നാളെയും ചൊല്ലാൻ ശ്രമിക്കുക. ആ സുഹൃത്തുക്കൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ 11 വട്ടം ഫീല് സൂറത്തുകൾ എന്നും എല്ലാ നിസ്കാര സമയത്തും ചൊല്ലിക്കൊണ്ട് പോരുകയാണെങ്കിൽ നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് ഒരു 11 വട്ടം ചെല്ലാൻ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞ് ഞാൻ നീട്ടണില്ല. അത് കഴിയുന്നവരതും ചെല്ലാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നും നാളെങ്കിലും നമ്മൾ പ്രയോജനപ്പെടുത്താം. ഈ കുടുംബത്തെ ഞങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. അതിന് റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതിനുള്ള പിന്നെ വീഡിയോ ഇടുക ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻറ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. പ്രാർത്ഥിക്കേണ്ട വെച്ച് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല. നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു അമലായിരിക്കും അത്. ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോഴൊരു കൂലി, ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ്. അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ബെല്ലൈക്കൻ അമർത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക, ആരും മറക്കരുത്.